നമസ്കാരം. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? പുറമേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ പോലും പെട്ടെന്നിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ആത്മഹത്യ എന്നത് മരണത്തോടുള്ള താല്പര്യമല്ല, മറിച്ച് സഹിക്കാനാകാത്ത വേദനകളിൽ നിന്നുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. ഈ സമയങ്ങളിൽ അവരുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആത്മഹത്യക്ക് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? നമുക്കിന്നത് പരിശോധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടണൽ വിഷൻ എന്ന അവസ്ഥയാണ്. ഇനി മുന്നോട്ട് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഇവരുടെ മനസ്സ് വിശ്വസിപ്പിക്കുന്നു. ഒരിരുണ്ട തുരങ്കത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു വെളിച്ചം പോലെ മരണമാണ് ഇതിനുള്ള പരിഹാരം എന്നവർ വിശ്വസിക്കുന്നു. ശാരീരികമായ വേദനയേക്കാൾ എത്രയോ വലുതാണ് മാനസികമായിട്ടുള്ള ചില വേദനകൾ. പ്രണയനൈരാശ്യം, വഞ്ചന, അല്ലെങ്കിൽ അതിശക്തമായ കുറ്റബോധം എന്നീ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഈ വേദനകൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. താൻ ജീവിച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ സാമ്പത്തികമായോ മറ്റല്ലാതെയോ ഒരു ബാധ്യതയാണെന്ന് ഇത്തരക്കാർ ചിന്തിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ താൻ സ്വയം ഇല്ലാതാകുന്നതാണ് ഇവർക്കൊക്കെ നല്ലത് എന്ന ചിന്തയിൽ അവർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. എല്ലാ ആത്മഹത്യകളും കുറേ മാസങ്ങളായി പ്ലാൻ ചെയ്ത് നടത്തുന്നവയല്ല. പെട്ടെന്നുണ്ടാകുന്ന പരാജയം, കടുത്ത അപമാനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വളരെ വേഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, മിനിറ്റുകൾ കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എപ്പോഴും മരണത്തെക്കുറിച്ചും നിരാശയെക്കുറിച്ചും മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുക. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ സമ്മാനമായി മറ്റുള്ളവർക്ക് നൽകുകയോ വിട പറയലിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുക. ചിലർ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയാനുള്ള പ്രവണതയും കാണിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ആത്മഹത്യാ ചിന്തകൾ ഒരു താൽക്കാലിക മാനസികാവസ്ഥ മാത്രമാണ്. കൃത്യമായ സമയത്ത് ഒരു സുഹൃത്തിൻ്റെയോ കൗൺസിലിങ്ങിൻ്റെയോ കൈത്താങ്ങ് ലഭിച്ചാൽ അതിൽ നിന്നും പിന്തിരിയാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരം ചിന്തകളുണ്ടെങ്കിൽ ദയവായി സഹായം തേടുക. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറായ 1056 മറ്റ് അംഗീകൃത ഹെൽപ്പ് ലൈനിലേക്കോ വിളിക്കാവുന്നതാണ്. ജീവിതം മനോഹരമാണ്. പ്രതിസന്ധികളെ നമുക്ക് ഒന്നിച്ച് നേരിടാം. നന്ദി.